വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന വർഗീയ സമീപനമാണ് ഇത്തരമൊരു നിലപാടിലൂടെ രാജ്യം കാണുന്നത്. എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള, പ്രചരിപ്പിക്കാനുള്ള അവകാശം ഉണ്ടാവണം എന്നത് ശരിയായ മതനിരപേക്ഷ കാഴ്ചപ്പാടാണ്. അതിനു പകരം വിശ്വാസത്തിൻ്റെ പേരിൽ അമ്പല നിർമ്മാണവും യഥാർത്ഥത്തിൽ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. നേരത്തെ വ്യക്തമാക്കിയതുപോലെ പൂർത്തിയാവാത്ത രാമക്ഷേത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഒരു രാഷ്ട്രീയമായിട്ട് മുൻകൈ നേടുന്നതിന് വേണ്ടി അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനുള്ളൊരു ഇന്ധനം പോലെയാണ് ഈ രാമക്ഷേത്രത്തെ അവർ കൈകാര്യം ചെയ്യുന്നത്. ആ നിലപാടിനെ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. പിന്നെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരാണെന്ന നിലപാടാണ് ശങ്കരാചാര്യന്മാർ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അവരാണല്ലോ ആശയ മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ. ആ ശങ്കരാചാര്യർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഇത് ആചാരത്തിന് നിരക്കുന്നതല്ല, വിശ്വാസ പ്രമാണങ്ങൾക്കും യോജിച്ചതല്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ തന്നെ എതിരായിട്ടും രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന ഭാഗം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വിശ്വാസികളെ അണിനിരത്താനുള്ള ഒരു പ്രവർത്തനം രാഷ്ട്രീയമായിട്ട് സംഘടിപ്പിക്കുകയാണ് എന്നുള്ള കാര്യം അവരും അതേപോലെ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണാനാവുക. അതുകൊണ്ട് ഞാൻ നേരത്തെ എല്ലാം വ്യക്തമാക്കിയതുപോലെ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് ഞങ്ങൾ ഒരു കാലത്തും എതിരായിട്ട് നിലനിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. മോദി ഇപ്പോൾ ഗുരുവായൂർ സന്ദർശിക്കുകയുണ്ടായി. ആ മോഡിയുടെ ഗുരുവായൂർ സന്ദർശനത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഗുരുവായൂർ നടന്ന സമരങ്ങൾ നമുക്കറിയാലോ. കേളപ്പനും അതിനോടൊപ്പം കൃഷ്ണപിള്ളിയും AKG എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള വലിയ മൃഗീയമായ മർദ്ദന സംവിധാനങ്ങൾക്ക് വിധേയപ്പെട്ട നേതാക്കന്മാരായിരുന്നില്ല അവരെല്ലാം. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ തന്നെ വലിയ കടന്നാക്രമങ്ങളാണ് ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി ഗുരുവായൂർ ഉൾപ്പെടെ യഥാർത്ഥത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതിൻ്റെ എല്ലാം ഫലം കൂടിയാണ് ഇപ്പോഴിതുപോലുള്ള സന്ദർശനം നടത്താൻ സാധിക്കുന്ന സാഹചര്യം തന്നെ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം നമുക്ക് അറിയാം. എല്ലാ ഹിന്ദു വിഭാഗങ്ങൾക്കും ക്ഷേത്രപ്രവേശനം എന്നത് ഇപ്പോഴും RSS പൂർണ്ണമായിട്ട് അംഗീകരിച്ച് തുടങ്ങിയിട്ടില്ല. ചാതുർവർണ്ണയ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളായിട്ടാണ് ഇപ്പോഴും അവർ അറിയുന്നത്. അത് സംബന്ധിച്ച് ചില വിവാദങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും അറിയുന്നതാണ്, ചിത്രയെ പോലുള്ള അല്ലേ ഏറ്റവും ലോകം ശ്രദ്ധിക്കുന്ന പാട്ടുകൾ, ഗാനങ്ങൾ രാജ്യത്തിന് നൽകിയിട്ടുള്ളൊരു പ്രതിഭയാണ് അവരെ സംബന്ധിച്ച് അവർ എടുത്ത ഒരു നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ആകെ ചിത്രക്കെതിരായിട്ടുള്ള നീക്കം എന്ന് പറയുന്നതിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് യോജിപ്പില്ല. ഞങ്ങളതിലെടുക്കുന്ന നിലപാട് നേരത്തെ BJPയുടെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ശോഭ, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖയായ നർത്തകിയാണ്, അതുപോലെ തന്നെ ശോഭന നടിയാണ്. എല്ലാ അർത്ഥത്തിലും ശോഭന കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ജനങ്ങൾ കാണുന്ന ഒരു പ്രതിഭയാണ്. അവരെ പറ്റി ഇതേപോലെ തന്നെ വന്നപ്പോൾ BJPയുടെ പരിപാടിയുടെ ഭാഗമായിട്ട് പോയി വന്നപ്പോൾ ഞാനൊരു കാര്യം അന്നും ഉറപ്പിച്ച് പറഞ്ഞാണ്, ഇവരെല്ലാം ഈ നാടിൻ്റെ ഒരു പൊതു സ്വത്താണ്. അവരെ ഏതെങ്കിലും കള്ളിയിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട കാര്യമില്ല. അവരുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് വിമർശനാത്മകമായിട്ട് പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ എല്ലാവരെയും, ഇപ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ മോഹൻലാൽ, മമ്മൂട്ടി സിനിമാ രംഗത്തെ അതികായകരല്ലേ രണ്ടാളും, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്തല്ലേ. സാഹിത്യരംഗത്തെടുത്ത് പരിശോധിച്ചാൽ T. പത്മനാഭൻ, നമുക്കെല്ലാം ഇപ്പോഴും ചർച്ച ചെയ്യുന്ന വളരെ പ്രമുഖരായ MT
എം മുകുന്ദൻ, ഇവരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പദപ്രയോഗത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ തള്ളിപ്പറയേണ്ട കാര്യമില്ല. അവരെല്ലാം നമ്മുടെ നാടിൻ്റെ രാജ്യത്തിൻ്റെ ഒരു സ്വത്താണെന്ന രീതിയിൽ തന്നെ നമ്മൾ കാണണം. അതിപ്പോൾ ഈ ചിത്രയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും പാർട്ടിയുടെ നിലപാട് അതുതന്നെയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ വിമർശനാത്മകമായിട്ടുണ്ടെങ്കിൽ ആ വിമർശനം നടത്തുന്നത് ഞങ്ങളാരും എതിരല്ല. പക്ഷേ പൊതുവായി ഇവരെല്ലാം രാജ്യത്തിൻ്റെ ഏറ്റവും പ്രമുഖ പ്രതിഭകളായിട്ടാണ് കാണേണ്ടത്, വിലയിരുത്തേണ്ടത്. അതാണ് അത് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം.